बीजेपी നരേന്ദ്രമോദിജി സർക്കാർ കുട്ടികളോടൊപ്പം ഇല്ല എന്നൊരു പ്രചരണം, യുവാക്കളോടൊപ്പം ഞങ്ങളില്ല, യുവാക്കളുടെ എതിരെയാണ് എന്നൊരു പ്രചരണം നടത്തുന്നുണ്ട് ചില ഫോഴ്സസും ചില സെഗ്മെന്റ്സും. അതിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ 3 കൊല്ലം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു. 2014 മുതൽ നരേന്ദ്രമോദിജി യൂത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് ഇന്ന് ഒന്ന് ആവർത്തിക്കാൻ, ഒന്ന് മുമ്പോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇന്ത്യയിൽ 2014 മുമ്പ് നമ്മുടെ ലേബർ ഫോഴ്സും യൂത്തിലും 80% അൺസ്കിൽഡും 80% നമ്മുടെ ലേബർ ഫോഴ്സിലും അൺഎഡ്യൂക്കേറ്റഡ് കുട്ടികളായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന. അതായിരുന്നു അതിൻ്റെ ഒരു സ്ഥിതി. 60 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 2/3 നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ എഡ്യൂക്കേഷൻ ഇല്ലാണ്ടെയും സ്കില്ലില്ലാണ്ടെയും ആയിരുന്നു. അതായിരുന്നു അന്നത്തെ സാഹചര്യം, അവസ്ഥ. കഴിഞ്ഞ 10-12 കൊല്ലം നരേന്ദ്രമോദിജി 5 കോടി കുട്ടികൾക്ക് സ്കില്ലിങ്ങും എത്രയോ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്സും പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു വലിയ എക്സ്പാൻഷനും, അതിൻ്റെ അപ്പുറം ഞാനത് കണക്ക് പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷേ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും ഈ ഒരു നറേറ്റീവിനെ പൊളിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. യുവാക്കൾക്ക് വേണ്ടി നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഇതാണ് ഫാക്റ്റ്, ഇതാണ് സത്യം. ഈ നീറ്റ് എക്സാമിനേഷൻ ലീക്ക് ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇത് ഇപ്പോൾ നടക്കുന്ന സമയത്തല്ല, ഇത് 2-3 മാസം മുമ്പ് എന്നോട് മാധ്യമ സുഹൃത്ത് ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇത് വളരെ ദുഃഖകരമായ ഒരു ട്രാജഡി മാത്രമല്ല, ഒരു ക്രൈമാണ്. ആ ഒരു അഭിപ്രായം അന്ന് മുതൽ ഇന്നും ഞങ്ങൾക്കുണ്ട്. അത് കുട്ടികളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, കുട്ടികളുടെ വിശ്വാസം തകർക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതിൽ അന്വേഷണം വേണം, ഉത്തരവാദിത്വം കണ്ടുപിടിക്കണം, റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് അവിടെ വേണ്ട റിഫോംസ് എല്ലാം കൊണ്ടുവരണം. അതാണ് നരേന്ദ്രമോദിജി ചെയ്തത്. റീടെസ്റ്റ് ചെയ്തു, CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഇതെല്ലാം ചെയ്തു. പിന്നെ എക്സാമിനേഷൻ ലീക്ക് ഒരു പുതിയ വിഷയമല്ല. അത് രാജ്യത്തിൽ എല്ലാ സ്റ്റേറ്റിലും എത്ര കൊല്ലമായി നടക്കുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ട് നടന്നു, എന്തുകൊണ്ട് ഇന്നും നടക്കുന്നു എന്ന് നമ്മൾ ചോദിക്കണം, ചർച്ച ചെയ്യണം. അത് കറക്റ്റാണ്. അഴിമതി ഇന്നും നമ്മുടെ സിസ്റ്റമിലുണ്ട്. ഇന്ന് ഈ നീറ്റ് ലീക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കൂ. ആരാണ് ലീക്ക് ചെയ്യുന്നത്? എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആ പ്രൊഫസറാണ് ലീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റമിൽ ഇന്നും അഴിമതി ഉണ്ട് എന്ന്, അത് സംസ്ഥാനമാണോ രാജ്യമാണോ അതിൽ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായി ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നത് ആരാണ്? നരേന്ദ്രമോദിജി സർക്കാർ. 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 കൊണ്ടുവന്നത് ആരാ? നരേന്ദ്രമോദിജി സർക്കാർ. ആ ബില്ലുണ്ടാക്കിയ കമ്മിറ്റി ഓഫ് മിനിസ്റ്ററിന്റെ ഭാഗമായിരുന്നു ഞാൻ. അപ്പോൾ യുവാക്കളെ സംരക്ഷിക്കാനും യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. കുട്ടികൾക്ക് ദേഷ്യം, അവരെ സങ്കടവും, അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഉള്ള അവകാശവും ഈ സർക്കാരും ഞങ്ങളെ പാർട്ടി സമ്മതിക്കുന്നു. അത് ആദ്യം മുതൽ പറയുന്നതാണ്. അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? അവരുടെ പേരിൽ
ആ പ്രൊട്ടസ്റ്റിൻ്റെ മുതലെടുത്ത് ചില ഇൻട്രസ്റ്റ്, ചില ഫോഴ്സസ് അവിടെ ആ പ്രൊട്ടസ്റ്റിനെ ഹൈജാക്ക് ചെയ്യുന്നു. വിഷയം നീറ്റല്ല, നീറ്റ് മാറ്റിവെച്ച് നരേന്ദ്രമോദിജി ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. അപ്പോൾ കുട്ടികളുടെ പേരിൽ, യുവാക്കളുടെ ഈ ലെജിറ്റിമേറ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ അതിൻ്റെ മുതലെടുത്ത് ചില ഫോഴ്സസ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു, വയലൻസ് അവിടെ കൊണ്ടുവരുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, കുട്ടികൾക്കൊരു 100% അവകാശമുണ്ട് ഇത് ആര് ചെയ്തു, എങ്ങനെ നടന്നു, നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് ചോദിക്കാൻ. അത് ചോദിക്കണം, അന്വേഷണം നടക്കണം. ആരാണെങ്കിലും ഗിൽറ്റി ആണെങ്കിൽ അവരെ ജയിലിൽ അയക്കണം. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ അവിടെ ഒരു അപകടം നടക്കാൻ പാടില്ല. ആരെങ്കിലും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവിടെ എന്തെങ്കിലും ഒരു അപകടം നടത്തി കുട്ടികളെ പരിക്കോ എന്തെങ്കിലും അവിടെ ചെയ്താൽ അതൊരു വലിയ മറ്റൊരു വശത്ത് പോകും, മറ്റൊരു ഡയറക്ഷനിൽ പോകും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ആളാണ്, BJP കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇവിടെ ഇരുന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ അനാർക്കിയും വയലൻസിൻ്റെ പാട്ടാവരുത്. നിങ്ങളൊരു ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവണം. നിങ്ങൾ രാഷ്ട്രീയക്കാരോട് പറയണം, പാർലമെൻറ്റിൽ പോയി ചർച്ച ചെയ്യൂ. പോലീസ് ആക്രമണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനെ കുറിച്ച് അന്വേഷണം, ആ ആക്രമണത്തിനെ കുറിച്ച് അന്വേഷണം ചെയ്യണം എന്ന് നിങ്ങൾ നിർബന്ധിക്കൂ. പക്ഷേ ഈ വയലൻസിൻ്റെ ഭാഗമാവാൻ പാടില്ല, അനാർക്കിൻ്റെ ഭാഗമാവാൻ പാടില്ല എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ അവസാനം കുട്ടികളോടും യൂത്തിനോടും ഞാൻ പറയണം, വരാൻ പോകുന്ന കാലത്തിൽ ഈ AI-യും വരുന്ന പുതിയ ടെക്നോളജി വഴി നമ്മളുടെ ലേബർ ഫോഴ്സിലും തൊഴിലവസരങ്ങളും വലിയ ഡിസ്റപ്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇന്ന് ചാലഞ്ച് ഉണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും അതിനേക്കാൾ കൂടുതൽ ചാലഞ്ച് ആയിരിക്കും. തൊഴിലവസരങ്ങളിൽ വലിയ മാറ്റം വരും. സ്കില്ലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾ വലിയ മാറ്റം വരും. ഇതെല്ലാം ഇതിനു വേണ്ടി ഇതിനെ പരിഹരിക്കാനും നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് പിന്തുണ തരാൻ ഒരൊറ്റ ഗവൺമെൻറ് ആയിരിക്കും നരേന്ദ്രമോദിജി സർക്കാർ. കഴിഞ്ഞ 12 കൊല്ലം അവർ അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ. ഇനിയും അത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ് ആ പോയിന്റ് അവിടെ നിർത്തുന്നു. രണ്ടാമത്തെ പോയിന്റ്, എനിക്ക് ഇത് പറയണം, ഇത് നമ്മൾ ചർച്ച ചെയ്യണം. കോൺഗ്രസിൻ്റെ നിലപാട്, ഈ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നരേന്ദ്രമോദിജി സർക്കാർ ആർമി ഉപയോഗിച്ചിട്ട് സെക്യൂരിറ്റി വഴി റീ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഒരു വാക്ക് കോൺഗ്രസ് പാർട്ടി പറഞ്ഞില്ല. സ്റ്റുഡൻസ് അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവിടെ പോയില്ല. ഇതെന്താണ് ഈ എപ്പോഴും ഈ പാർലമെന്റ് സെഷന് മുമ്പ് ഇവരുടെ ഒരു രാഷ്ട്രീയം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇതൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ മുൻ വൈസ് ചാൻസലറും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാംജി സംസാരിക്കും. എന്തുകൊണ്ട് മറ്റേ ലീഗ്സിനെ കുറിച്ചൊന്നും അതൊരു പ്രശ്നമല്ല? അത് ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട്, ഹിമാചൽ പ്രദേശിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ഒരു സ്ക്രൂട്ടിനി നടത്തണം. എന്തുകൊണ്ട് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി പാർലമെന്റ് ഡിസ്കഷൻ അവർ ചോദിക്കുമ്പോൾ സർക്കാർ അത് സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് ചെയ്യാണ്ട് ഇരിക്കാനൊരു എന്താണ് അവർക്കൊരു ഹെസിറ്റേഷൻ? എന്തുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്യാനൊരു പേടി? TV ഉണ്ട്, ചാനലുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം പാർലമെന്റിലല്ല അവിടെ അവതരിപ്പിക്കേണ്ടത്. സ്റ്റുഡൻറ്റിൻ്റെ അവകാശങ്ങളുടെ പേരിൽ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത് ഹൈ സെക്യൂരിറ്റി പ്രൈം മിനിസ്റ്ററിൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളത് ഹൈ സെക്യൂരിറ്റി ഏരിയ ബ്രീച്ച് ചെയ്തിട്ടാണോ? ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? അത് എന്തിനു വേണ്ടി? അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണോ? അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ? ജനാധിപത്യം അട്ടിമറിക്കാനാണോ? ഇത് 3 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ.
പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ പോയിട്ട് എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന് മേലെ ഓത്തെടുത്ത ഒരു മുഖ്യമന്ത്രി ഞാൻ ലോ ബ്രേക്ക് ചെയ്യില്ല, പിന്നെ എങ്ങനെയാണ് ഹൈ സെക്യൂരിറ്റി ഏരിയ ബ്രീച്ച് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നത്? നോക്കൂ, ഇതൊരു ചർച്ചാ വിഷയമാണ്. കുട്ടികളുടെ ഭാവി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നീറ്റ് എക്സാമോ ഏത് എക്സാമിന് ലീക്ക് ഉണ്ടായാൽ അത് കുട്ടികളുടെ ഭാവി ബാധിക്കും, കുട്ടികളുടെ വിശ്വാസം എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ബാധിക്കും. അതെല്ലാം കറക്റ്റാണ്, നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ ജനാധിപത്യമാണ്, ഇത് ചൈനയല്ല, ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, എനാർക്കി അല്ല ഇവിടെ ആശയം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇവരുടെ ട്രാപ്പിൽ പെടരുത്. ഞാൻ കുട്ടികളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇതെല്ലാം ചർച്ച ചെയ്യാൻ പാർലമെന്റ് ഒരു ഫോറമാണ്. ഗവൺമെന്റ് പിന്നീടിൻ്റെ ഒപ്പം എൻഗേജ് ചെയ്യൂ, നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒപ്പം എൻഗേജ് ചെയ്യൂ. പക്ഷേ വയലൻസ് നിങ്ങൾ കൊണ്ടുവരരുത്, വയലൻസിൻ്റെ ഭാഗമാവരുത്. എനാർക്കി, ഡെമോക്രസിയിൽ എനാർക്കിക്ക് ഒരു സ്പേസ് ഇല്ല, കൊടുക്കരുത്. ഇത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആണെങ്കിൽ, ഡിമാൻഡ് ആണെങ്കിൽ അത് പാർലമെന്റിന്റെ ഫ്ലോറിലല്ലേ വെക്കേണ്ടത്? ഞാൻ കുറച്ചു കാലമായിട്ട് പോളിറ്റിക്സ് കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു മിനിസ്റ്ററിന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ, ഉദ്യോഗസ്ഥന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ പാർലമെന്റ് ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ചോദിക്കണം. എന്താണ് അതിന്റെ പ്രോബ്ലം? പാർലമെന്റിന് ഉള്ളിൽ പോയി ചർച്ച ചെയ്യാൻ എന്തിനാണ് കോൺഗ്രസിനൊരു വിഷമം? അവിടെ എല്ലാ കാര്യങ്ങളും പറയണം. അവിടെ മന്ത്രിന്റെ റെസിഗ്നേഷൻ ആണെങ്കിൽ മന്ത്രി, കേരള BJP പ്രസിഡന്റ് റെസിഗ്നേഷൻ ആണെങ്കിൽ കേരള BJP പ്രസിഡന്റ്, അത് പാർലമെന്റ് അല്ലേ ചെയ്യേണ്ടത്? ഇത് എനാർക്കി ഒരു എന്താ വയലന്റ് മോബായിട്ട് ആണോ ഈ ഡെമോക്രസിയിൽ അത് ചോദിക്കേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. നമ്മൾ ഡെമോക്രസിയിലാണോ ജനാധിപത്യത്തിലാണോ ജീവിക്കുന്നത്, ഒരു എനാർക്കിയിലാണോ? ഒരു മോബ് വന്നിട്ട്, ഞാനിപ്പോൾ ഒരു മീഡിയ ഹൗസിൻ്റെ മുമ്പിൽ ഒരു മോബ് വന്നിട്ട് എനിക്ക് നിങ്ങൾ റിപ്പോർട്ടിങ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോബ് കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ? അല്ല, നിങ്ങളുടെ എഡിറ്റർ രാജിവെക്കണം, നിങ്ങളുടെ ജേർണലിസ്റ്റ് രാജിവെക്കണം. എന്നെക്കുറിച്ച് ഇവിടെ ജേർണലിസ്റ്റ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം? ഞാൻ അവിടെ ഒരു മോബ് എടുത്തിട്ട് വരുന്നോ ആണോ? അത് തെറ്റാണെന്ന്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾക്കൊരു ബേസിക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ലിമിറ്റേഷൻ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് ഞാൻ രാവിലെ എണീറ്റു, എനിക്ക് ഇതൊരു ആവശ്യമാണ്, അത് ഇന്ന് തന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. നമ്മൾ അവിടെ പോയി ഒരു ഡിബേറ്റ് ചെയ്യണം. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതൊന്നും ചെയ്യാണ്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ വീട്ടിൽ ഹൈ സെക്യൂരിറ്റി സോണിൽ പോയി ഓരോരോ കോമാളിത്തരം ചെയ്യുക, ഇത് മെച്യൂരിറ്റി ആണോ? ഇത് ഡെമോക്രസി ആണോ? ഇത് ചൈനയിൽ ചെയ്ത അവരിപ്പോൾ ജയിലിലായിരിക്കും. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് പോയി ബീജിംഗിൽ ചെയ്യട്ടെ. അല്ല, മിഡിൽ ഈസ്റ്റിൽ പോയി എല്ലാ വെക്കേഷനിൽ പോകുന്ന വ്യക്തിയല്ലേ രാഹുൽ ഗാന്ധി, അവിടെ പോയി ചെയ്യട്ടെ, ദുബായിൽ പോയി ചെയ്യട്ടെ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ. ഇത് ജനാധിപത്യമാണ്. നമ്മൾ അതിനെ അട്ടിമറിക്കാൻ എന്ത് നറേറ്റീവ് വെച്ചിട്ടും ഞങ്ങൾ സമ്മതിക്കില്ല. അത് BJP നോക്കോ, BJP ഒരു നിലപാടുണ്ട്. 2014 ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന മാൻഡേറ്റ് എന്തിനായിരുന്നു? ഈ നാടിനെ നന്നാക്കാൻ. ആ മാൻഡേറ്റ് ഞങ്ങൾ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കോമാളിത്തരൊന്നും ഞങ്ങളത് വിട്ടുകൊടുക്കില്ല. ഒരു രീതിയുണ്ട്. രാഹുൽ ഗാന്ധി അത് പഠിക്കണം, കോൺഗ്രസ് അത് പഠിക്കണം. ആ വഴി അവർ പോകണം, ചെയ്യണം. പാർലമെന്റിൽ എന്ത് ചർച്ച ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്, അതവിടെ ചെയ്യണം. നോ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഇംഗ്ലീഷ് സിൻസ് യു ആർ ആസ്കിങ് ഇൻ ഇംഗ്ലീഷ്. We are in a democracy. The only solution to problems that people raise has to be democratically solved. If for example, but what are you implying? That the education minister in 2024 did not respond to a debate in parliament. That is your contention. Then that has to be raised in parliament. Public opinion has to be shaped accordingly in parliament, through debates in parliament. People should come there and create awareness. Students should protest. We are not against protest. We are not saying that protest should not be done by children. We are a party that believes in protest. Children should protest, parents should protest, teachers should protest.
But that should not be conflated with and mixed up with violence and anarchy. Look, I cannot speak for the minister. I am not the minister. I am certainly not going to speak for the minister. I am not in the government. We are a political party. We are giving you our views on what the youth should do, what is good for the youth. We have an opinion. We are putting it forward. I have personally made it very clear from the very beginning that this is not a issue that anybody should brush aside. The NEET leak is an issue that is in. I am also a parent, by the way. I have 2 children, and my children are also upset about NEET examination results or any examination result, as anybody's children would be. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റ് അതിനെ തള്ളിയിട്ടില്ല. ആ ഇഷ്യൂന് ഞങ്ങൾ അങ്ങനെ ഓക്കെ ഇത് ഓക്കെ നടന്നില്ല അങ്ങനെയല്ലല്ലോ. പ്രൈം മിനിസ്റ്റർ അതിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്, 14 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 ഇതിനു വേണ്ടി മാത്രം ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന ആരാ? ഈ പ്രധാനമന്ത്രിയല്ലേ, ഈ സർക്കാരല്ലേ. പക്ഷെ അത് ഫുൾ പ്രൂഫ് ആണോ? ഇല്ല. അത് ഫുൾ പ്രൂഫ് ആക്കണം. അതിന് ചർച്ച നടക്കണം. അത് എവിടെ നടക്കണം? വയലൻസ് കൊണ്ടല്ല, ജന്തർ മന്ദറിലല്ല, മോബിലല്ല. അത് നടക്കേണ്ടത് പാർലമെന്റിലാണ്. കാരണം പാർലമെന്റാണ് ആ ബില്ല് അമെൻഡ് ചെയ്യേണ്ടത്, ബില്ല് ശക്തമാക്കേണ്ടത്, ഇനിയും ശക്തമാക്കേണ്ടത്. അത് ഇന്ന് ചർച്ച ചെയ്യേണ്ട. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അതിന്ന് ശ്രദ്ധ തിരിക്കാനോ അതിന്ന് ശ്രദ്ധ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ കൃത്യമായി കമലേഷിനോട് പറഞ്ഞു.